എല്ലാവർക്കും നമസ്കാരം. വയനാട് ടൗൺഷിപ്പിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. 1000 സ്ക്വയർ ഫീറ്റുള്ള 410 വീടുകളാണ് പണിയാൻ പ്ലാൻ ഇടുന്നത്. 11.4 കിലോമീറ്റർ റോഡുണ്ട്. അതിൽ മെയിൻ റോഡെന്ന് പറയുന്നത് 12.65 മീറ്റർ വീതിക്കാണ്. സബ് റോഡുകൾ, ഇതിനകത്ത് കയറി കഴിഞ്ഞ വീടുകളിലേക്കൊക്കെയുള്ള സബ് റോഡുകൾ 9.5 മീറ്റർ വീതിയാണ് ഉള്ളത്. 9.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള കുടിവെള്ള പദ്ധതി, മെയിൻ ടാങ്ക് ഉൾപ്പെടെ സംവിധാനങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി ഹാളുണ്ട്, അംഗൻവാടിയുണ്ട്, മാർക്കറ്റുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്, മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ട്. ഇതിനായി മൊത്തത്തിൽ ഭരണാനുമതി കൊടുത്തിരിക്കുന്ന തുകയെന്ന് പറയുന്നത് 351.48 കോടി രൂപയാണ്. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ഞാനൊരു 35 വർഷത്തോളം ഈ മേഖലയിലായിരുന്നതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഒരു വീട് 1000 സ്ക്വയർ ഫീറ്റ് ഇന്ന് നാട്ടിലുള്ള ഏറ്റവും ടോപ്പ് റേറ്റ് ഇട്ടാൽ, അങ്ങനത്തെ കെട്ടിടങ്ങൾക്ക് ഏറ്റവും വലിയ റേറ്റ് ഇട്ടാൽ ഒരു 2500 രൂപ. അതിൻ്റെ കോമ്പൗണ്ടും അതിൻ്റെ മുറ്റത്തെ ടൈലിങ്ങും അതിൻ്റെ ഗേറ്റും അതിൻ്റെ സംവിധാനങ്ങളും ഉൾപ്പെടെ എല്ലാം കൂടെ കൂട്ടിയാൽ പോലും അങ്ങേയറ്റം 3000 രൂപ സ്ക്വയർ ഫീറ്റിന് റേറ്റ് ഇട്ടാൽ കേരളത്തിൽ ആയിരക്കണക്കിന് കോൺട്രാക്ടർമാർ ആ വർക്ക് എടുക്കാൻ തയ്യാറാകും. അതിനകത്ത് അവർക്ക് മാന്യമായ ലാഭമുണ്ട്. അങ്ങനെ നമ്മൾ കൂട്ടുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഒന്നിന് 3000 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ ഒരു വീടിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 30 ലക്ഷം രൂപ. ആ 30 ലക്ഷം രൂപ വെച്ച് 410 വീടിന് കൂട്ടുമ്പോൾ 123 കോടി രൂപ എന്ന് കിട്ടും. ഇനി റോഡ് 11.4 കിലോമീറ്റർ, ആവറേജ് ഒരു 12 മീറ്റർ വെച്ച് കണക്ക് കൂട്ടിയാൽ 14,47,968 സ്ക്വയർ ഫീറ്റ് പുതിയ റോഡ് വരും. ഏതാണ്ട് 14.5 ലക്ഷം സ്ക്വയർ ഫീറ്റ്. ഇനി ഈ 14.5 ലക്ഷം സ്ക്വയർ ഫീറ്റിന് ഒരു 150 രൂപ വെച്ച് പുതിയ റോഡ് വെട്ടി ടാറ് ചെയ്ത് വരുമ്പോൾ നിർമ്മാണ ചെലവ് അതിൻ്റെ ഓടയെല്ലാം ഉൾപ്പെടെ കൂട്ടിയാൽ പോലും ഏതാണ്ട് 22 കോടി രൂപ, 22,07,95,200 രൂപ. ഇനി കമ്മ്യൂണിറ്റി ഹാളെന്ന് പറയുന്നത് ഒരു 10,000 സ്ക്വയർ ഫീറ്റുള്ള ഹോളാണെങ്കിൽ പോലും ഒരു 2000 രൂപ വെച്ച് കൂട്ടിയാൽ ഒരു 2 കോടി രൂപ. 9.5 ലക്ഷം ലിറ്റർ വാട്ടർ ടാങ്ക്, ദുബായ് പോളിമർ എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ ഏറ്റവും കട്ടി കൂടിയ ടാങ്ക്, ഈ ഫൈബർ ടാങ്കുകൾ മേടിച്ചാൽ പോലും ലിറ്ററിന് 10 രൂപയേ ഉള്ളൂ. അത് വെച്ച് കൂട്ടിയാൽ പോലും 1 കോടി രൂപ ടാങ്ക്. പിന്നെ അതിൻ്റെ മോട്ടറും പൈപ്പും എല്ലാം കൂടെ മുടിയാനായിട്ട് ഒരു 2 കോടി കൂട്ടിക്കോ, അതിൻ്റെ വയറിങ്ങും എല്ലാം കൂടെ. ഇനി അംഗനവാടി ഒരെണ്ണമുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ഈ വീടിൻ്റെ അത്രയും തുകയൊന്നും അംഗനവാടിക്കാകില്ല. ഇനി അത്ര വെച്ച് കൂട്ടിയാൽ പോലും ഒരു 3000 രൂപ സ്ക്വയർ ഫീറ്റിന് കൂട്ടിയാൽ പോലും 30 ലക്ഷം രൂപ. മാർക്കറ്റ് എന്ന് പറയുന്നിടത്ത് ടെമ്പററി ഷെഡുകളും അല്ലെങ്കിൽ അതിനുള്ള രീതിയിലുള്ള പണികളെല്ലാം കൂടെ കൂട്ടിയാൽ 1 കോടി രൂപ മാർക്കറ്റ്. ഫുട്ബോൾ ഗ്രൗണ്ടിന് കൂടി വന്ന ഒരു 2 ഏക്കർ സ്ഥലം നിരത്തി അതിനുള്ള സംവിധാനമേ ഉള്ളൂ, അതിനൊരു 1 കോടി രൂപ കൂട്ടാം. ഇനി മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, നമ്മളിപ്പോൾ കേരളത്തിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ എല്ലാം ഷെഡിനകത്ത് ഈ വേസ്റ്റ് കൊണ്ട് വാരി കൂട്ടുന്നതെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിൻ്റെ തുക നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 1 കോടി രൂപ. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഒരു 153 കോടി രൂപ കൊണ്ട് ഈ നിർമ്മാണം നടക്കും. ഇനി ഇതിനകത്തുനിന്നും GST കിട്ടി വേണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വായിലോട്ട് തള്ളാനെങ്കിൽ അതിന് 18% GST കൂടെ കൂട്ടിയാൽ 27.6 കോടി രൂപ. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 180.60 കോടി, 180.6 കോടിക്കകത്ത് ഈ സംവിധാനം തീർക്കാൻ പറ്റും. അതിനകത്ത് തന്നെ കോൺട്രാക്ടർമാർക്ക് മാന്യമായ ലാഭമുണ്ട്. മാന്യമായ ലാഭം ഇട്ട് ചെയ്ത് വരുമ്പം ഇതേ ആകുള്ളൂ. അതായത് ഭരണാനുമതി കൊടുത്തിരിക്കുന്നത് 350.48 കോടി. യഥാർത്ഥത്തിൽ ചിലവാകാൻ പോകുന്നത് 180.6 കോടിയിൽ താഴെ. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് അധികമായി വന്നിരിക്കുന്നത് 170.88 കോടിയാണ്. 171 കോടി രൂപ കൂടുതൽ വെച്ചാണ് ഈ സംവിധാനം കൊടുത്തിരിക്കുന്നത്. ഇനി പത്രപരസ്യങ്ങളിൽ വന്നത് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന FE 500D എന്ന് പറഞ്ഞ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാറ്റ കമ്പനിയുടെ ഏറ്റവും കൂടിയ കമ്പിയാണ്. അതൊക്കെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ വീട് പണി കെട്ടിടം പണികളിൽ ഏറ്റവും ഹൈ ക്ലാസ് കെട്ടിടങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനം. പിന്നെ പറഞ്ഞത് M25 കോൺക്രീറ്റ്, നമ്മുടെ നാട്ടിലെ സാധാരണ വീട് പണിയുന്നിടത്ത് ഉപയോഗിക്കുന്ന M15 M15 എന്ന് പറഞ്ഞ കോൺക്രീറ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1:2:4 എന്നാണ്. അത് ഒരു M3 6.5 ചാക്ക് 6.34 ചാക്ക് സിമെൻറ്റ് ഒരു M3 ഉപയോഗിക്കുമ്പോൾ
M20 എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് ഉണ്ട്, അതിന് 1.5 3 1.5 3 എന്നാണ് പറയുന്നത്. അതിനകത്ത് 8.04 ചാക്ക് ഒരു M3 കോൺക്രീറ്റിനകത്തുണ്ട്. ഇനി സർക്കാർ ഇവിടെ വയനാട്ടിൽ ഉപയോഗിച്ചു എന്ന് പറയുന്ന M25 എന്ന് പറഞ്ഞാൽ 1:1:2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു M3നകത്ത് 11.08 ബാഗ് സിമെൻ്റ് ഉണ്ട്. ഈ 11.08 ബാഗ് സിമെൻറ്റ് ചേർത്ത കടുപ്പമുള്ള ഒരു M3 കോൺക്രീറ്റ് ഉണ്ടാക്കിയ റൂഫ് സ്ലാബിന് വിള്ളലും ചോർച്ചയും ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളിതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കണം. അതായത് ഒരു പ്രകൃതി ദുരന്തം വന്നിട്ട് അവരുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങളും അവരുടെ ആളുകളും എല്ലാം മരിച്ച് നിരാലംബരായി നിൽക്കുന്ന ഒരു ജനസമൂഹത്തിനെ കട്ടവൻ്റെ, അവരെ കളിപ്പിച്ചവൻ്റെ മക്കളുടെ മക്കളും വരെ ഇടിവെട്ടി പോകുമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെ വണ്ടി ഇടിച്ചു പോകുമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ, ഇവനെല്ലാം നശിച്ചു പോകുമെന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൂട്ട് ചതിവന്മാർ ചെയ്തത്. ഇങ്ങനെയുള്ളവന്മാരെ എല്ലാം കൃത്യമായിട്ട് കണ്ടെത്തി അത് കൃത്യമായി കേസെടുത്ത് ജയിലിലാക്കണം. അടുത്ത ഭരണകൂടം ഒരു നേരുനെറിയുള്ളതാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ളവന്മാരെ പിടിച്ചകത്താക്കണം എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വേണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഇനി അടുത്തത് ഇവർ പറയുന്നത് ഭൂഗർഭ വൈദ്യുതി വിതരണം. വലിയ ഭയങ്കര സംഭവമൊന്നുമല്ല. ഈ ലൈനിൽ നിന്ന് കേബിൾ ഇട്ട് അങ്ങോട്ട് കൊടുക്കുന്ന സംഭവത്തിനെയാണ് ഈ ഭൂഗർഭ വൈദ്യുതി വിതരണം എന്ന് പറയുന്നത്. ഈ കേബിൾ കൊണ്ടുവന്ന് ഈ ലൈനും പോസ്റ്റും ഒന്നും ഇല്ലാതെ കേബിൾ കൊണ്ടുവന്ന് കറണ്ട് കൊടുക്കും. അതിപ്പോൾ തന്നെ ഇവിടെ സാമ്പത്തികമുള്ള ഒരുമാതിരിപ്പെട്ടവരുടെ വീട്ടിലേക്കൊക്കെ കണക്ഷൻ എടുക്കുന്നത് ആ കേബിൾ മേടിച്ചിടുന്നത്. അതിന് എന്താണെന്ന് ചോദിച്ചാൽ ഈ പോസ്റ്റിൻ്റെയും കമ്പിയുടെയും എല്ലാം കൂടെ പൈസ വെച്ച് നോക്കുമ്പോൾ അത്രയും തുകയൊന്നും ആവില്ല ചെയ്യാൻ. അപ്പോൾ അതും ഒരു പരസ്യം കൊടുത്തിരിക്കുക. പിന്നെ പറയുന്നത് ഓരോ വീട്ടിലും 1000 ലിറ്റർ ടാങ്ക്. 1000 ലിറ്റർ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ടാങ്ക് മേടിച്ച് കഴിഞ്ഞാൽ അതിന് 1000 ലിറ്ററിന് അങ്ങേയറ്റം പോയി 6000-7000 രൂപയേ ഉള്ളൂ സിൻറ്റക്സ് ടാങ്ക്. സൗരോർജ്ജ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂഗർഭത്തിൽ കൂടെ കറണ്ട് കൊണ്ട് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ സൗരോർജ്ജം എന്നാ കൊടുക്കുന്നുണ്ടായിരിക്കും? ഇത്രേ കാണുകയുള്ളൂ. എന്നാൽ പിന്നെ സൗരോർജ്ജം അത്ര കണ്ടീഷനാണെങ്കിൽ പിന്നെ ഈ കറണ്ടിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനുള്ള കറണ്ടേ കൊടുക്കുന്നുള്ളൂ. പിന്നെയുള്ളത് ഇവർ പറയുന്ന ഡ്രെയിനേജ് സംവിധാനം. എന്നതാ 2 സോപ്പിറ്റ് ഉണ്ടാക്കി അതിനകത്തോട്ട് വേസ്റ്റ് വെള്ളം പോയി ചാടുന്ന സംഭവം ഈ പറയുന്നത്. ഇനിയിപ്പോൾ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പൈപ്പിൽ കൂടെ പോകുന്ന അത്യാധുനിക ടെക്നോളജിയും കൂടെ ഇവന്മാർ എഴുതി വെക്കേണ്ടതായിരുന്നു. കാരണം ഈ എഞ്ചിനീയർമാരും പരസ്യക്കാരും എഴുതി വെക്കുന്നത് എന്നതാണെന്ന് വായിച്ചാൽ മനസ്സിലാകുന്ന ആളുകൾ വല്ലതും ഉണ്ടെങ്കിലല്ലേ അവർക്കിത് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളവർക്കല്ലേ ഇത് പറയുന്നത് എന്നാന്ന് മനസ്സിലാവുള്ളൂ. എന്നിട്ടും പറയുന്നത് ഈ വീടുകൾക്ക് വിള്ളൽ. പത്രങ്ങളിലൊക്കെ അതിൻ്റെ ഫോട്ടോ സഹിതം വന്നു. പരസ്യത്തിൽ പറയുന്നത് തന്നെ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ പര്യാപ്തമായ നിർമ്മിതി ഒന്നാ പറയുന്നത്. 2, 20 വർഷം വാറണ്ടിയുള്ള ഏറ്റവും മികച്ച സാധന സാമഗ്രികൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം. അവസാനം പറയുന്നത് 58 ഘട്ടങ്ങളായി നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാര പരിശോധന. ഇതൊന്നും എന്നതാന്ന് 35 വർഷം ഈ മേഖലയിൽ പണിയെടുത്ത് എനിക്കറിയത്തില്ല. കമ്പി ഉണ്ടാക്കുമ്പം ഇവർ ജാംഷഡ്പൂരിൽ പോയി അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുമോ? ഇത് വണ്ടിയെ കയറ്റുമ്പം അവിടും തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടുകളിൽ പരിശോധിക്കുമോ? സാധാരണഗതി നല്ല സാധനം മേടിച്ചു, അത് M25 എന്ന് പറഞ്ഞ കോൺക്രീറ്റ് റെഡിമിക്സ് വരുന്നതാണ്, അതും ചേർത്ത് അതിൻ്റെ ക്യൂറിങ്ങും കഴിഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ ചുമ്മാ ഒരുമാതിരി വെളിവില്ലാത്ത വർത്തമാനം പറയാം. എന്നിട്ട് ലാസ്റ്റ് പറയാം അതിവേഗ ഭരണ അനുമതിക്കായി പ്രത്യേക ഫയൽ സ്ട്രീം സംവിധാനം. ഈ ദുരന്തം നടന്നത് ജൂലൈ 30, 2024. 2025 മാർച്ച് 30 ആകുമ്പോൾ 20 മാസം അതിവേഗം. എങ്ങനെയുണ്ട്? 20 മാസമായിട്ടും അവർക്കത് സംവിധാനം ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ അതിവേഗം എന്നാ പറയുന്നത്? ഇനി അടുത്തത് ഇതിൻ്റെ കരാറുകാരാരാന്നറിയോ? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് അല്ലെങ്കിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ULCCS ലിമിറ്റഡ്. അതായത് 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് മര്യാദയ്ക്ക് പണിയാൻ അറിയാൻ മേലാത്ത ഊരാളുങ്കൽ സൊസൈറ്റി പണിത മറ്റ് നിർമ്മാണങ്ങൾ കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ ഇവരാണ് പണിയുന്നത്. ഇവർ പണിത മറ്റ് നിർമ്മാണങ്ങളുടെ ക്വാളിറ്റി എന്തായിരിക്കും, അവസ്ഥ എന്തായിരിക്കും, അതിൻ്റെ ഭാവി എന്തായിരിക്കും? ഈ ഊരാളുങ്കലിൻ്റെ പേര് പറയുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ വാങ്ങുന്ന യഥാർത്ഥ കോൺട്രാക്ടർ ആരാണ്? അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പം ഊരാളുങ്കലിൻ്റെ യഥാർത്ഥ ഉടമ ആരാണ്? അല്ലെങ്കിൽ ഈ സംസ്ഥാനം മുഴുവൻ വിഴുങ്ങിയത് ആരാണ്? ഈ ഊരാളുങ്കലിനെ വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പരിപാടി മുഴുവൻ നടത്തിയത്. ഇനി പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ പര്യാപ്തമായ 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിതിട്ട് അത് വിണ്ടു കീറിയെങ്കിൽ അവിടെ 9.5 ലക്ഷം ലിറ്റർ വാട്ടർ ടാങ്ക് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നാളെ അത് വിണ്ടു കീറി ഈ ജനത്തിൻ്റെ തലയിലോട്ട് വരികയില്ലെന്ന് എന്നാ ഉറപ്പിരിക്കുന്നത്? ഇതിനകത്ത് അടുത്ത സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത് ജനം സംഭാവന ചെയ്തത് 773.98 കോടി.
ഭരണാനുമതി കൊടുത്തത് 351.48 കോടി. ബാക്കി സർക്കാരിൻ്റെയും മിച്ചം നിൽക്കുന്നത് 422.5 കോടി. ഈ കണക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ സഹാക്കന്മാർ താഴെ വന്ന് തെറി എഴുതി വെച്ചത് കൊണ്ടോ എന്നെ തെറി വിളിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നമ്മൾ കേരള ജനത എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ ജനത്തിനെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ്, അല്ലാതെ നാട് മുഴുവനുള്ള മനുഷ്യർക്കല്ല. എന്നിട്ടും മലയാളികൾ, ലോകം മുഴുവനുള്ള മലയാളികൾ അവരെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമുള്ളതിൻ്റെ ഇരട്ടി കൊടുത്തിട്ടും ഈ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നില്ലെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ കണ്ടത്. ഇതൊന്നും ആലോചിച്ച് നോക്കിയേ, ഈ ജനം പിരിച്ചു കൊടുത്ത പണം പോലും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ഇത് രാഷ്ട്രീയമായിട്ടല്ല കാണണ്ടേ, ഇതിൻ്റെ പുറകിലുള്ള കൊള്ളക്കാരെ കണ്ടെത്തണം. ഈ ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്ത ഓരോ വർക്കുകളുടെയും കണക്കുകളും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം. കണ്ടെത്തണ്ടേ, അന്വേഷിക്കണ്ടേ എന്ന് ഞാൻ പൊതുജനത്തോട് ചോദിക്കട്ടെ. അതായത് കേരളത്തിൽ ഇനി ഒരു പുതിയ കൊള്ളസംഘം ഉണ്ടായി വരാൻ അനുവദിക്കരുത്. ഇനി ഏറ്റവും അവസാനം ഞാൻ പറയട്ടെ, നമ്മുടെ കേരളത്തിലെ PWDയുടെ തലപ്പത്തിരിക്കുന്ന എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ വർക്കുകളുടെ തലപ്പത്തിരിക്കുന്ന എഞ്ചിനീയർമാരെ മാറ്റി അവിടെ പകരം ഭായിമാരെയോ തമിഴന്മാരും മേസരിമാരെയോ വെക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ അവസ്ഥയിലും മനോഹരമായിട്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് ശമ്പളം മാത്രം കൊടുത്താൽ മതി. 1000 1200 രൂപ, 1300 രൂപ അങ്ങേയറ്റ ശമ്പളം കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 13 3 39 40,000 രൂപയ്ക്ക് താഴെ കൊടുക്കാം. വേറെ ഓരോ ആനുകൂല്യങ്ങൾ ഇവർക്ക് മാസം കൊടുക്കണ്ട. തന്നെയല്ല ഇവർക്ക് പെൻഷനും കൊടുക്കണ്ട, ഇവർക്ക് കാറും കൊടുക്കണ്ട, വേറെ ഒരു സംവിധാനം കൊടുക്കണ്ട. നിലവിൽ ഈ തലപ്പത്തിരിക്കുന്ന കേരളത്തിൻ്റെ PWDയും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു നിർമ്മാണ രംഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന പഞ്ചായത്തിലെ AE തൊട്ട് ഓവർസിയർ തൊട്ട് പിന്നെ ബ്ലോക്കിലെയും ബാക്കിയുള്ള സംവിധാനത്തിലെയും PWDയിലൊക്കെ എഞ്ചിനീയർമാരും അവരുടെ ആ എഞ്ചിനീയറിംഗ് സെക്ഷനെ മുഴുവൻ പറഞ്ഞു വിട്ടിട്ട് നാട്ടിലെ ഭായിമാരെയും മേസരിമാരെയും ആക്കുകയാണെങ്കിൽ ഇതിലും മനോഹരമാകും. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നറിയാവോ? ഭരിക്കാനിരിക്കുന്നവൻ എഴുത്തും വായനയും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനിയെങ്കിലും നമ്മളുടെ ജനത്തിന് ഒരു യോഗ്യമായ ഭരണം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.